City Gold, Gold and Diamonds, Kerala and Karnataka. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. ചെയർമാൻ മാനേജ്മെൻറ്റ് ജില്ലാ ട്രഷററുമായ ശ്രീ അബ്ദുൽ ഖാദർ സാഹിബ് പതാക ഉയർത്തുന്ന ചടങ്ങാണ്. ബഹുമാനപ്പെട്ട ഖാദറാജിഖാനെ പതാക ഉയർത്താൻ ക്ലിയർ ഇല്ല അതിൽ ഫോണിൽ അത് ആടെ വീട് ബെയിലാടെ വിളിച്ചതല്ലേ അങ്ങനെ അത് കുറച്ച് ഇതാക്കിയിട്ട് എടുത്താൽ മതി സൈഡിൽ നിന്ന് അത് കിട്ടും. بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه. هذه هدية واصلة ورحمة نازلة وبركة شاملة. هذا القبول منا إلى حضرة سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا في الدنيا زيارته وفي الآخرة لنا رؤيته وحسنا في الليل. اللهم اسقنا في كل أمورنا خاصة في أمرنا هذا خرجا ومخرجا يا حي يا قيوم برحمتك نستغيث ولا تكلنا إلى أنفسنا طرفة عين. يا واجب الوجود يا واهب الخير والجود أفض علينا أنوار رحمتك ويسرنا الوصول إلى كمال معرفتك يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم على خير الإسلام وعنا بهم وبعلومهم وبأسرارهم في الدين والدنيا والآخرة ثم إلى حضرات وأعضائه وإخوانه وأزواجه وذرياته وعترته وأهل بيته وأصحابه كلهم أجمعين. ثم اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم درجاتهم. ബഹുമാനനായ കലക്ടർ മാഹിൻ നാജി സാഹിബ് അവരുടെ ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ നാസ്തിക്കൊണ്ട്
അതുപോലെ വേദിയിലുള്ള നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സദർ ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള തഖ്വിയ ജില്ലാ സദർ മുഅല്ലിം സംഗമത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഉലമ എന്ന് പറയുന്നത് മഹാനായ നബിതങ്ങൾ പറഞ്ഞ ഉലമാവും വറസത്തുൽ അംബിയാ ഫഇന്നൽ അംബിയാ ലം യുരിസു ദീനാറൻ വലാ ദർഹമ വഇന്നമാ വറസുൽ ഇൽമ. കലാം അറിയാവുന്ന അറിയായിരിക്കും. ഉലമ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അവകാശികളാണ്. നബിയോടുകൂടി അംബിയാക്കൾ അവസാനിച്ചു. ഇത് ഖിയാമത്ത് നാളുകളേക്കും ഈ ജീവിതം നയിക്കുന്ന ആളുകൾ പണ്ഡിതന്മാരാണ്. അതിന് അതിപ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ മദ്രസ പ്രസ്ഥാനം. സമസ്തയ്ക്ക് ഏകദേശം 98 വയസ്സായി, 100 വയസ്സിലേക്ക് അടക്കാൻ പോവുകയാണ്. സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിം പണ്ഡിത സംഘമാണ്. ലോകത്തിലേക്ക് ആകമാനമുള്ളതായ ഒരു പേര് അത് പണ്ട് അതിന് ഓഫീസുകാരാണ് തിരിച്ചുള്ളതെന്നാണ് പറഞ്ഞിരുന്നു. ഇന്ന് ലോക മുസ്ലിം പണ്ഡിത സംഗമമാണ് സംസ്ഥാനം പറയുന്നത്. അതിന്റെ വിദ്യാഭ്യാസ ബോർഡ് ഏകദേശം 10-11,000 മദ്രസകൾ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ദീനി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദീനി രംഗത്ത് പ്രവർത്തിക്കാൻ നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 21-ാം തീയതി ഈ സ്ഥലത്ത് വെച്ച് ഈ മീറ്റിംഗ് നടക്കുന്നതാണ്. എന്താ കാരണവശാൽ അത് മാറ്റി ഇന്നേക്ക് മാറ്റിയത്? ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ താരം ചോദിച്ചു. എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ സെമ്മ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ കഴിവ്, ഇതിനെ പറ്റി പ്രത്യേകമായി ചോദ്യം ചെയ്യൂ. നിങ്ങൾ എവിടെ കൊണ്ട് ഹറാമായത് കളിക്കാൻ പാടില്ല, നാട്ടുകൊണ്ട് ഹറാമാതിനെ ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, വേണ്ടാത്ത ചിന്താൻ ഹൃദയത്തിൽ വരാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമ്മെ കൊണ്ട് സമസ്തക്കോ സമസ്തന്റെ ഘടകങ്ങൾക്കോ സമസ്തന്റെ നേതാക്കൾക്കോ വിഷമം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ അല്ലേ? ഞങ്ങൾക്ക് ഹജ്ജിന് പോയാൽ മക്കത്തെ ഇമാം പറയും എന്ന് പറയും. അപ്പം ചെറുക്കൾ മാമൂൽ ന്യൂസിലാണ് രസിക്കുന്ന സ്റ്റഡി എന്ന് പറയുക. അപ്പം എല്ലാം പരിപൂർണമാക്കാൻ പറയുന്നതാണുള്ള ബാധ്യത. ഇപ്പൊ നമ്മുടെ പക്കൽ നിന്ന് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് 5-ാം തീയതി കേന്ദ്ര മുഷാവറ നേടാൻ പോവുകയാണ്. കേന്ദ്ര മുഷാവറ നേടാൻ പോകുന്ന അവസരത്തിൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് മൂമിന്റെ ആയുധം പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാവരും ആ 5-ാം തീയതിയുടെ മുഷാവറ ഉടനെ ഭംഗിയായി ആരംഭിച്ചിട്ട് ഭംഗിയായി അവസാനിപ്പിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ തന്നെ സലാമുസ്താദിന്റെ കയ്യിലും കത്തി സംഘടന കൊടുക്കും. അതേ പറയുന്നത് ഇന്നത്തെ ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളും നമ്മുടെ അതിപ്രധാനപ്പെട്ട പത്രമായ സുപ്രഭാതത്തിന്റെ നീക്കങ്ങളും നമുക്ക് യോജിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത് തിരുത്തിയേ പറ്റൂ എന്ന് പറയുന്നു. തിരുത്താനുള്ള ബോധ്യങ്ങളുമാരാകട്ടെ തിരുത്താം. കാരണം നമുക്ക് ഇടപക്ഷത്തോട് വലിയ ബന്ധവുമില്ല. ഇടപക്ഷത്തിന്റെ ആളുകളുമല്ല. ഏത് ഇപ്പൊ ഞങ്ങളുടെ MPC-യിലേക്ക് 33 ആളുകളാണ് മെമ്പർമാർ, 17 പണ്ഡിതന്മാർ, 16 ഉമറാക്കൾ. ഈ ഉമറാക്കൾ ഒരു കോൺഗ്രസ്സുകാരൻ, ബാക്കി ലീഗുകാരാണ്.
വൈദ്യുതിയാജി പഴയ പോകുന്നതല്ല. ബാക്കി എല്ലാവരും ലീഗുകാരാണ്. ലീഗുകാരെ വിശ്വസിക്കാൻ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതിനൊരു അവസരം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. കാരണം 10 മണിക്ക് ആരംഭിക്കേണ്ട അത് കുറച്ച് കൂടുതലായി സംസാരിക്കുന്നു. എൻ്റെ ആരോഗ്യം അനുകൂലമല്ലാതെ എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കുന്നത്. ഞാൻ 5 മണിക്കൂറൊക്കെ നിന്നിട്ട് സംസാരിച്ചതാണ്. അപ്പം ഞാൻ പറയും അബ്ദുൽ സമുദായം ഒരു വട്ടം മാത്രം സംസാരിച്ചുകൊണ്ട് 5 മണിക്കൂറൊക്കെ പ്രസംഗിച്ച ഒരു തടിയാണ്. പിന്നെ ഞാൻ രോഗിയായി ഫലമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കായ ഈ രംഗത്ത് ശോഭിച്ച് പ്രവർത്തിക്കാൻ സദസ്ഥാനമായിട്ടുള്ള തോഫീഖ് പറയാറുണ്ട്. ഞാൻ ചിലപ്പോൾ എന്നോട് പറയാറുണ്ട്, നീ 7 ക്ലാസ്സിലാണ് മക്കളെ, ഞാൻ 1-2 കൊടുക്കും പുസ്തകം. നിനക്ക് പോയ സ്ഥലത്ത് 1-2 ബാക്കി വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. നിനക്ക് 12 ക്ലാസ് എടുക്കാനുള്ളതായ ശക്തി ഉണ്ടാകണം. കമ്മിറ്റി ചോദിക്കും 7 ക്ലാസ്സാണ് വേണ്ടത്, എനിക്ക് 7 പോകണം. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ ഞാൻ ഭംഗിയായി കുട്ടികൾക്ക് അറിയുന്നതൊക്കെ, കുട്ടികൾ ഗ്രഹിക്കുന്നതൊക്കെ, കുട്ടികളെ മനസ്സിനെ ഊന്നി അളന്ന് മുറിച്ചിട്ടാണ് ഉസ്താദന്മാർ കുട്ടികൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള തീരുമാനിച്ചിട്ട് ഈ മഹത്താ സംഘടന ഉദ്ഘാടനം ചെയ്തു. കണ്ടവരുമാണ് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് സുപ്രഭാതം ഉണ്ടാക്കിയ വലിയ സ്വാധീനവും സമൂഹത്തിലുണ്ടാക്കിയ വലിയ സ്വാധീനവും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൽ ഒരു പത്രത്തിനും സാധിക്കാത്ത രീതിയിൽ 6 എഡിഷന് ഒറ്റ സമയത്ത് തന്നെ 6 എഡിഷനോട് ആരംഭിച്ച് പിന്നീട് പാലക്കാടും പിന്നീട് 8ാമത്തെ എഡിഷൻ ഗൾഫിലും മാഷാ അല്ലാഹ് അതിന് തുടക്കം കുറിച്ചു. ഇനി 2 മാസം കഴിഞ്ഞാൽ അതിന്റെ ക്യാമ്പയിൻ വരികയാണ്. വളരെ ശക്തമായ രീതിയിൽ അതിന്റെ പ്രവർത്തനവുമായി നമ്മൾ മുന്നേറേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 10ാം വാർഷികം ആഘോഷിക്കുന്ന സുപ്രഭാതത്തിന്റെ മുന്നോട്ടുള്ള ചലനത്തിൽ ക്രിയാത്മകമായി ഇടപെടാനും അതിന്റെ പ്രവർത്തകരായി പ്രബോധകരായി നിലകൊള്ളാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാത്റൂമിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇതും പിടിച്ചിട്ട് മെസ്സേജ് വിടാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ആരാണ് പഠിക്കാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമേ ഇന്ന് സമൂഹത്തിൽ വഷളാക്കുന്നുള്ളൂ. അതിലേറെ വഷളത്തരൊന്നും വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോ ഖൈറു ഉമ്മത്താകാനുള്ള കാരണം തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. വ്യക്തിത്വങ്ങളൊക്കെ വളരെ ഫ്രണ്ട്ലിയായി വളരെ മനോഹരമായ രീതിയിൽ ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അവിടെയൊക്കെ അവരുടെ വിദ്യാലയങ്ങളെ ക്ലാസ്സുകളൊക്കെ നടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ വിദ്യാലയങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരവരുടെ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാലമാണ് എന്ന് ചുരുക്കം. അവിടങ്ങളിലേക്ക് പോകുന്ന കുട്ടി തന്നെയാണ് ഇങ്ങോട്ടും വരുന്നത്, നമ്മുടെ വിദ്യാലയങ്ങളിലേക്കും കടന്നു വരുന്നത്, നമ്മുടെ മദ്രസയിലേക്കും വരുന്നത്. കുട്ടി അവിടെയും ഈ വിഷയങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്ത് വന്ന് ഭവിക്കാൻ പോകുന്ന ഒരു മഹാവിപത്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നീങ്ങേണ്ട ഈ സമയത്ത് അതിൻ്റെ ഇടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കിയിരിക്കാതിരിക്കാൻ സാധ്യമല്ല. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് കേരളത്തിലെ ഏറ്റവും നല്ലൊരു പത്രമായി സുപ്രഭാതത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചത്. ചന്ദ്രിക ക്യാമ്പയിന് മുമ്പായി തന്നെ സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാർ സയ്യിദുമാരായ അധ്യക്ഷന്മാർ എന്നും ആഹ്വാനം ചെയ്തതെന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതിന് മുന്നിട്ടിറങ്ങിയത് സുപ്രഭാതത്തിന് വേണ്ടിയാണ്. ചന്ദ്രികയെ പോലും കവച്ചു വെച്ചുകൊണ്ട് സുപ്രഭാതം വളർന്നത് അങ്ങനെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിനുണ്ടായ വീഴ്ച, അതിന് തെറ്റായി കണക്കുകൂട്ടി അതിനെ എതിർക്കാനില്ല. നമുക്ക് ആ വീഴ്ചകളില്ലാതാക്കുന്നത് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുലമയും കമ്മ്യൂണിസവുമായി യാതൊരു വിധത്തിലും സമരസപ്പെട്ടു പോകാൻ അവർക്ക് സാധിക്കാറില്ല. കാരോട് വിശ്വാസികളായ ഒരു സമസ്തയുടെ പണ്ഡിത സഭയ്ക്ക് നേതൃത്വത്തിന്
ഒരുമിച്ച് പോകാൻ ഒരു കാലത്തിന് സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ രാജ്യത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണഘടനയും അതിൻ്റെ പ്രവർത്തന രീതിയും വിഷയങ്ങളൊക്കെ സമസ്ത വളരെ മനോഹരമായി അതിനെ നിർണയിക്കുകയും അതിൻ്റെ രീതിയിൽ തന്നെ അത് മുന്നോട്ട് ചലിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുകയും അതിൻ്റെ കൃത്യമായ പ്രഖ്യാപനങ്ങളും അതിൻ്റെതായ വിലയിരുത്തലുകളും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ ഏറ്റവും അർഹരും അതിന് അധികാരപ്പെട്ടവരും മുസാവറ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിന് ആശങ്കപ്പെടാനൊന്നുമില്ല, വേവലാതിപ്പെടാനുമില്ല. ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോരായ്മകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ കൃത്യമായ അഭിപ്രായങ്ങളും അതിൻ്റെ തീരുമാനങ്ങളും ഒക്കെ മുസാവറയും അതുമായി ബന്ധപ്പെട്ട ആളുകളും കൃത്യമായി നമുക്ക് അതിന്റെ രേഖപ്പെടുത്തേണ്ട സമയങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു അവസരം ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നു സമസ്തയുടെ ഒരു സ്ഥലത്ത് നിന്നാലാണല്ലോ അടുത്ത ബാധ്യതകളും പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്നത് കൂടുതലായി. അപ്പോൾ ഏറ്റവും നല്ല ഒരു പോസ്റ്റിലുള്ള ആളുകളാണ് ആദരവായ മുഅല്ലിം സുഹൃത്തുക്കൾ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ പ്രയോഗിച്ച പദമാണത്. അത് കേട്ടിട്ടുണ്ട്. ഈ ഉന്നതമായ സ്ഥാനത്തിൽ നിൽക്കുന്ന മുഅല്ലിം സുഹൃത്തുക്കളായ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത് നമ്മൾക്ക് ഓർമ്മയുണ്ടാകും. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട സമൂഹത്തിൽ വെച്ച് ഏറ്റവും ഖൈറായവർ നിങ്ങളാണ്. എന്താണ് അതിൻ്റെ കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി. അതാണ് അതിൻ്റെ കാരണം. നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയും തിന്മയെ നിങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഖൈറു ഉമ്മത്താകാൻ ഉള്ള ഏറ്റവും വലിയ കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോട് കൂടെ നീയും ഇബാദത്ത് ചെയ്ത് നല്ലവനാകണം. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് അയാൾ മരിക്കലും പിന്നെ മലക്കുകൾ വന്നിട്ട് അളക്കലും എല്ലാം നമ്മൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നെക്കാൾ അറിയുന്നവരോട് ഞാൻ എന്തിനാ അത് പറയുന്നത്? അവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാനുണ്ട് ഹദീസിൽ നിന്ന്. ഇപ്പോൾ നിലവിലുള്ള നാട്ടിൽ നീ നിൽക്കരുത്, മറ്റേ നാട്ടിലേക്ക് പോകണം, അവിടെ പോയിട്ട് നീ നന്മ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ മലക്ക്. എന്തിനാണ് ആ പറഞ്ഞത്? ഇപ്പോൾ നിലവിലുള്ള നാട്ടിലുള്ള ഏറ്റവും വലിയ ഹംക്ക് ഇവൻ തന്നെയല്ലേ. ഇവൻ നന്നായി കഴിഞ്ഞാൽ പിന്നെ ആ നാടൊക്കെ നന്നായല്ലോ. പിന്നെ എന്തിനാ ഇവന് ആ നാട് വിട്ടുപോകുന്നത്? അവിടെയുള്ള ഏറ്റവും വലിയ മോശക്കാരന് ഇവനാണ്. ഒരു 100 ആളെ കൊന്ന വേറെ ഒരാളെ കഥയിൽ എവിടെയും കാണാനില്ല, കാലത്ത് കേൾക്കാനില്ല. അവൻ സ്വയം നന്നായി കഴിഞ്ഞാൽ പിന്നെ എന്തിനോ നാട് വിടണം? ഓൻ അതേ നാട്ടിൽ നിന്ന് തന്നെ പിന്നെ ദീനിയായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്. ഓനാണല്ലോ അവിടുത്തെ ഏറ്റവും മോശക്കാരൻ. പിന്നെ അവനോട് എന്തിനാണ്? നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും, ഞാനത് പറയേണ്ട ആവശ്യമില്ല. 99 ആളെ കൊന്നു, തോബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതനെ കൊന്നിട്ട് 100 പൂർത്തിയാക്കി. പിന്നെ ഒരു പണ്ഡിതന്റെ അരികിലേക്ക് പോയപ്പോൾ നിന്റെ തോബാന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ല, ഇനിയും നിനക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയുന്ന പ്രാസംഗികന്മാരും ആധുനിക കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളുടെ ദുരുപയോഗത്തിനെ പറ്റിയിട്ട് നല്ലോണം പറയുകയുണ്ടായി. അൽഹംദുലില്ലാ, അതൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ ഞാനായതിൽ ഞാനിപ്പോൾ സന്തോഷിക്കും. ഫോണ് വരും, ഫോൺ എടുക്കും, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ടൊരു മസല പോലും ചോദിച്ചാൽ അതിലൂടെ മറുപടി പറയാനില്ല, അറിയുമെങ്കിലും. കാരണം ഇപ്പൊ കണ്ടല്ലോ, ഒരു പറയാത്തതിനെ പറയാം. ഇതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ആയുധ കറണിയുടെ അടീത മുഴുവനും നമ്മൾ അംഗീകരിക്കുന്നില്ല, അത് വേറെ. ചിലയിടത്ത് ഇബ്ലീസിനെ കൊണ്ട് ഗുണമുണ്ടാവും. അപ്പോ അദ്ദേഹം കൊടുത്ത ഒരു മറുപടി അതൊരു പിന്നെ
നല്ല മറുപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ. ഇത് പിന്നെ ആ നാട്ടിൽ ഇയാളുടെ കൈ പിടിക്കാൻ ഒരാളുണ്ടായില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് അവിടെ നടന്നില്ല. വതൻഹൗന അനിൽ മുൻകർ അവിടെ നടന്നില്ല. അപ്പൊ 100 ആളുകളെ കൊല്ലുന്ന സമയത്തും അതിന് സപ്പോർട്ട് ചെയ്തതല്ലാതെ ഇവന്റെ കയ്യിൽ പിടിക്കാൻ ഒരാളെ ആ നാട്ടിൽ കാണാത്തത് കൊണ്ട് മേലാൽ ആ നാട്ടിൽ നീയും നിന്ന് പോകരുത് എന്ന് ആ മറുപടി വളരെ അർത്ഥവത്തായ മറുപടിയാണ്. അപ്പൊ ഇത്രയേറെ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന വലിയ ആളുകൾ, വക്താക്കൾ, വലിയ വലിയ ദർസ് നടത്തുന്ന ഉലമാക്കൾ ഉണ്ടാകും. കോളേജ് പ്രിൻസിപ്പാളുമാരും VC-കളൊക്കെ ഉണ്ടാകും. ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾക്കെല്ലാം മൊയ്ലാന്മാർക്കെല്ലാം അങ്ങനെ. പണ്ട് ഈ മുദരിസേ ഉള്ളൂ. അയിനം മുദരിസ മസ്ജിദില്ലാഹൂതി കമ്മില്ലദുന്നിയിൻ ഹവാഉലുമാ മുദരിസ് എന്നുള്ള പദയുള്ളൂ. പിന്നെ ഭൗതികമായിരിക്കുന്ന പലതും വന്നപ്പോ നമ്മൾക്കും ആ ഭൗതികത്തിന് എന്ത് ചെയ്യേണ്ടി വരുന്നു? കടമെടുക്കേണ്ടി വരും. അതെല്ലാം കൂട്ടിയിട്ട് കുഴച്ചതിൻ്റെ തിക്തഫലാണ് നമ്മൾ ഇപ്പം അനുഭവിക്കുന്നത്. അതെല്ലാം എന്ന് പറഞ്ഞാല് ആർക്കും അത് നിഷേധിക്കാൻ കഴിയും. ഇനി ആകെ കൂട്ടിയിട്ട് കുഴച്ചല്ലേ കുഴച്ച് അതിന്റെ ഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വലിയ വലിയ ആളുകൾ കൈകാര്യം ചെയ്യും. അപ്പൊ പണ്ട് ഈ മുദരിസ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തില്ല, ഈ പ്രിൻസിപ്പാള്, വൈസ് ചാൻസലർ, ഏതാവട്ടെ അതൊക്കെ ഇന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അവിടത്തേക്ക് എത്തണമെങ്കിൽ അല്ലാഹ് എന്ന ജലാലുദ്ദാത്തിന്റെ ഇസ്മിന്റെ ആദ്യാക്ഷരമായ അലിഫ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണത്? ആ അലിഫ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദരവായ മുഅല്ലിം സുഹൃത്തുക്കളാണ്. ആ മുഅല്ലിം സുഹൃത്തുക്കള് ഹിജായിയായിരിക്കുന്ന അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ട് കിതാബ് ഓതാൻ വേണ്ടിയിട്ട് ഇവനെ ഒരു പക്വതയിൽ എത്തിച്ചില്ല എങ്കിൽ ഇവിടെ ഒരു ദർസും ഇവിടെ ഒരു കോളേജും ഒരു സ്ഥാപനവും നിലനിൽക്കുകയില്ല. അതിന്റെ അടിസ്ഥാനം പാകിയത് ബഹുമാനപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളാണ്. എനിക്ക് ഏറ്റവും കടപ്പെട്ട ഉസ്താദ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും. വലിയ ഉസ്താദന്മാർ കുറെ ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ശംസുൽ ഉലമ മഹാനവറുകളുടെ അരികിൽ ആ ബഹുമാനപ്പെട്ട ഖ്വാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി തങ്ങൾ അവരുകളെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ഇത് ഹക്കാണ് എന്ന് അവർക്ക് ബോധ്യമായി. പിന്നെ ഒരു തെളിവിന്റെ ആവശ്യമില്ല. അവിടെ അല്ലാഹു ഉണ്ടോ, എന്താണ് തെളിവ്? ഈ തെളിവ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകള് ദീനിലേക്ക് വന്നത് അല്ലാഹു ഏകനാണ് എന്ന് ശാസ്ത്രീയമായും മറ്റ് പല വഴിയിലും മുഹദ്ദിഖുദ്ദവാനിയുടെ ഹാഷിയ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നേ അവർക്കറിയില്ല. പിന്നെങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്നു? എങ്ങനെ അല്ലാഹു ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി? പലരും ഇന്ന് പ്രസംഗിക്കുന്ന കേട്ടാൽ തോന്നും സർ ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് പിന്നെ ആപ്പിള് വീണു, ചക്ക വീഴാത്തത് ഭാഗ്യമെന്ന് പറയാൻ നമുക്ക് അല്ലേ? അങ്ങനെ ആപ്പിള് വീണപ്പോ ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചു. അതിലേക്ക് ഖുർആനിൽ സൂചനയുണ്ട്. ഈ സൂചന കാണിച്ചിട്ടാണ് ആൾ ഇസ്ലാമിലേക്ക് വന്നത്. ഈ ഐസക് ന്യൂട്ടനും ആപ്പിളും ചക്കയും ഒന്നും അറിയാത്ത, ഒരു ഗുരുത്വാകർഷണം അറിയാത്ത 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന് എങ്ങനെ? കിതാബ് ഓതുന്നു, ജൗഹറത്തുൽ തൗഹീദ് ഓതുന്നു, ശറഹുൽ അഖായിദ് ഓതുന്നു. ശറഹുൽ അഖായിദൊക്കെ തന്നെ 10,000 ശറഹുണ്ട്. ശറഹുൽ അഖായിദ് നസഫി, തഫ്താദാനിന്റെ ശറഹ്, സയ്യിദു ശരീഫുൽ ജുർജാനിയുടെ ശറഹ്, അബ്ദുൽ മില്ലത്തി വദ്ദീനിന്റെ ശറഹ്, മുഹദ്ദിഖുദ്ദവാനിയുടെ ഹാഷിയ, ഇങ്ങനെ എത്രയുണ്ട്. ശറഹുൽ മവാഫിഖ്, ശറഹുൽ മഖാസിദ്. എന്നാൽ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വേണ്ട.
ബഹുമാനപ്പെട്ട ഖവാജ മുഈനുദ്ദീൻ ചിശ്തി മഹാനവറുകള് പരിശുദ്ധമായിരിക്കുന്ന ദീനിന് പ്രബോധന രംഗത്ത് വന്നപ്പോ ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനം കൊണ്ട് 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ 90 ലക്ഷം ആളിൽ നിന്ന് ഒരാളും ശറഅല്ലക്കായി ഓതിയിട്ടില്ല. ആരും ഓതിയില്ല. ഏറ്റവും കടപ്പാടുള്ള ഉസ്താദ് ആ 1-ാം ക്ലാസ്സിൽ നിന്ന് അദബുന്ന് പഠിപ്പിച്ച അല്ലാഹ് എന്ന് പഠിപ്പിച്ച ആ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരാണ്. അപ്പൊ എന്റെ ബഹുമാനപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കള്, നമ്മൾക്കാണ് ഈ ഖൈറു ഉമ്മ ഉഖ്രിജത്ത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി എന്ന ഈ മഹത്തായിരിക്കുന്ന വാക്യം അല്ലാഹു തആല നമ്മളോടാണ് പ്രധാനമായിട്ടും ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ മാതൃകാ പുരുഷന്മാരായിട്ട് ജീവിക്കുകയും എല്ലാ വിഷയത്തിലും മാതൃകയോടുകൂടെ ജീവിക്കുകയും ആ മാതൃകാപരമായിരിക്കുന്ന ജീവിതത്തിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വസ്തുത IIT-യേക്കാളും മേലെയാണ്. എല്ലാ IIT-യും എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ താഴെ നിൽക്കേണ്ടി വരും. അപ്പോ ബഹുമാനപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളെ ചെയ്തുകൊണ്ടുവരുന്നത് ഈ ഒരു നൂറിനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് വിതരണം ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇമാമുന ശാഫി തങ്ങൾ പറഞ്ഞത്. നമ്മളിപ്പോ ബുഖാരി മുസ്ലിം ഓതിയിട്ട് അടി 100 കണ്ടിട്ടില്ല. ലൈറ്റ് പോകുമ്പോ പിന്നെ നമ്മളെ ബുഖാരി നമുക്ക് കാണാണ്ട് അല്ലേ, കറണ്ട് പോകുമ്പോ കിതാബ് കാണാതെയാകുന്നു. ഇമാം ഷാഫി തങ്ങൾ പറയുന്നു നൂറുല്ലാഹി ഹഖ, അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രകാശിക്കുന്ന നൂറാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ എലിമെന്റല്ലേ. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മാതൃകാപരമായിരിക്കുന്ന ജീവിതം എല്ലാ രംഗത്തും നമ്മൾ കാഴ്ചവെക്കണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും ഇതുപോലെയുള്ള സംഭവങ്ങൾ. ഈ ആലുവ തരീക്കത്ത് എന്ന് പറയുന്ന ഒരു തരീക്കത്ത്, അതൊക്കെ കള്ളത്തരീക്കത്താണെന്ന് പിന്നെ സമസ്ത വിധിയെഴുതിയതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോൺ ചെയ്യലുണ്ട് അവർ, നിന്നെ ഞാൻ കണ്ടോണ്ടെന്ന്. ഏതാവട്ടെ. അപ്പോ അതിൻ്റെ കുറെ ആളുകൾ കുറെ കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് വന്നു. അപ്പൊ അവിടെ അന്ന് ഇതത്ര പിന്നെ മൻഹിയായിട്ടില്ല. പിന്നെ അവിടെ ഇതിൻ്റെ ഒരു ഖലീഫ, അതിലുള്ള എല്ലാവരും ഖലീഫ അല്ലേ. ഖലീഫ അല്ലാത്ത ആരും ഇല്ല. ആര് പോയാലും അതിനെ പിടിച്ചിട്ട് ഖലീഫ ആക്കും. അപ്പൊ ഈ ഖലീഫ ഇടത് കൈ കൊണ്ട് അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞ മോയിര, ഈ ഖലീഫ ഒന്നും ശരിയില്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളെ കുട്ടികൾ നമ്മളെ കാണുന്നുണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, തുണി കൊടുക്കുന്നതിൽ, അതുപോലെ തന്നെ തലമറക്കുന്നതിൽ, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും. ഇതാണ് നൂറിലേക്ക് പിന്നെ പ്രവേശിക്കുക. കൽബിൽ നിന്നുള്ള പ്രവേശനം എന്ന് പറയുന്നത്. അത് പഠിപ്പിച്ചിട്ട് അത് പിന്നെ നിയമങ്ങൾ പഠിക്കുക, ആദ്യം കാര്യങ്ങൾ പഠിക്കലാണ്. അപ്പോ എല്ലാ വിഷയത്തിലും ആവുന്നത്ര, എല്ലാത്തിനും എന്ന് പറയാനൊന്നും പറ്റല്ല, ഞമ്മ അതിനെ പറ്റിയ ആളെന്നല്ലല്ലോ, ഞമ്മ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എങ്കിലും ആവുന്നത്ര, ഇനി ആവുന്നത്ര അല്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കഴിയുന്നത്ര മാതൃകാപരമായിരിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഉത്തമരായിരിക്കുന്ന ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടി ആദരവായ മുഅല്ലിമീങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ, സമസ്തക്ക് കുഴപ്പമില്ല, സമസ്തയുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. സമസ്തയും വേറെ ആരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഉള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാട്സപ്പിൽ ഇങ്ങനെ ഓരോരുത്തർ പറയും, ഓരോരുത്തരതിന് പിന്നെ അതിനപ്പുറം പറയും, ഇപ്പുറം പറയും. കുറേ ആളുകൾ ഇത് പറയാൻ തന്നെ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിന് കാത്തിരിക്കുന്നുണ്ട്.
ഈ ഒരു കുഴപ്പമല്ലാതെ വേറൊന്നുമില്ല. അത് പിന്നെ ആർക്ക് നിയന്ത്രിക്കാൻ മുഷാവറ തീരുമാനിച്ചാൽ ഈ വാട്സപ്പിൻ്റെ ഉള്ളിൽ പറയുന്നത് കേൾക്കുന്നത് അതൊന്നും ഇല്ലാണ്ടാവില്ലല്ലോ. അത് പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പുതിയ പേരിലായിരിക്കും. നമ്മൾ സമൂഹത്തിനെ ബോധവൽക്കരിക്കുക, ഇതാണ് നമ്മളുടെ കടമ. നമ്മൾക്ക് തൗഹീദ്, ഇലാഹിയായ തൗഹീദാണ് നമ്മുടെ അടിസ്ഥാനമായിരിക്കുന്ന മാനദണ്ഡം. അവിടെ തന്നെ ഒരിക്കലും തന്നെ വിസ്മരിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് വഹാബിയത്ത് എന്നുള്ളത്. വഹാബിയത്തിനെയും നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. നിരീശ്വരത്വത്തിനെ ചെറുതായി കാണാൻ പറ്റാത്തതുപോലെ വഹാബിയത്തിനെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നോക്ക്, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ എവിടെയും ഒരു വഹാബിന്റെ പള്ളി കാണലില്ല. എവിടെ പിന്നെ പറയുന്ന കേൾക്കലുണ്ട്. അപ്പോൾ പട്ടളത്തുണ്ടല്ലോ, പട്ടളത്തുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഉണ്ടല്ലോ എന്ന് പറയുന്ന കേൾക്കലുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നോക്ക്, ഞാൻ സാധാരണ എല്ലാ ദിവസവും പതിയെടുക്കലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു പോകുന്ന വൈക്കൊരു സ്ഥലത്ത് ഇസ്ലാമിക് ലൈബ്രറി. ഞാൻ കുറേ മുന്നേ ചിന്തിച്ചിട്ട് ഇവിടെ ഒരു ഇസ്ലാമിക്കും ചിലപ്പോൾ നമ്മളോട്ട് കൊടുക്കാത്തവർ പലപ്പോഴും ജയിക്കാണ്ട് ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയല്ലേ? അതൊക്കെ അതിൻ്റെ ഒരു ഭൗതിക പ്രതിഭാസങ്ങൾ അതിൻ്റെ വഴിയിൽ അങ്ങനെ നടന്നു പോകും. അതും വേണം. അതിനു വേണ്ടി പ്രവർത്തിക്കാൻ കുറേ ആളുകളുണ്ട്. അവരത് നന്നായിട്ട് പ്രവർത്തിക്കട്ടെ. അവരത് നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പുറത്തോ ഇപ്പുറത്തോ പല അഭിപ്രായങ്ങളുണ്ടാവും. അതൊക്കെ അവരവരുടെ സൗകര്യങ്ങൾ പോലെ എന്ത് ചെയ്യും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. അതൊരു വിഷയമാക്കിയിട്ട് നമ്മൾ കാണേണ്ടതോ അതിനെടുത്ത് പറയേണ്ടതോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നിരീശ്വരവാദികൾ എല്ലാ പാർട്ടിയിലുണ്ട്. ഏത് പാർട്ടിയിലാണ് നിരീശ്വരവാദി ഇല്ലാത്തത്? ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയാണ്. അയാൾക്ക് അല്ലാഹുവിലെന്ന വിശ്വാസമൊന്നും ഇല്ല. ആ ദൈവവിശ്വാസിയേ അല്ല അയാൾ. അതുപോലെ തന്നെ എല്ലാ പാർട്ടിയിലും ഇന്ന് നിരീശ്വരവാദികളുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉണ്ടാകുന്നൊരു കാര്യം തന്നെയല്ലേ. പിന്നെ അവരെ തത്വങ്ങൾ അംഗീകരിക്കാതിരിക്കുക, അവർക്ക് പിന്നെ അവരെ നിരീശ്വരത്വം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇങ്ങനെയുള്ള മഹാന്മാർ കാണിച്ചു തന്ന അതേ വഴിയിൽ തന്നെയാണ് പത്രം ഇന്ന് വരെ നീങ്ങിയിട്ടുള്ളത്. എവിടെയും അതിന് ഒരു ഫാൾട്ടും സംഭവിച്ചിട്ടില്ല. അത് തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ്. തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കണം. പിന്നെ പരസ്യങ്ങൾ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് തന്നെ തങ്ങളെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടിയിട്ട് എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ പിന്നെ മുന്നണികളുടെയും പരസ്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചതാണ്. ഇപ്പം ഞാൻ ലീഗിൽ മെമ്പർഷിപ്പ് ഉള്ളൊരു മെമ്പറാണ്. എനിക്ക് മെമ്പർഷിപ്പ് തന്ന ആളെന്നെ അയാത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ലീഗുകാരൻ്റെ എല്ലാം ആയിരിക്കും പറയാൻ കഴിയില്ല. കാരണം അയാളെന്നോട് അയാത്തുണ്ടാവുമ്പോൾ എന്നെങ്ങനെ പറയും. പക്ഷെ നമ്മൾക്ക് അതല്ല വിഷയം. നമ്മൾക്ക് കടപ്പാട് ദീനിനോട്. അതൊക്കെ നമ്മളെ പിന്നെ ഒരു ഭൗതികമായ കാര്യങ്ങളല്ലേ. ആര് ജയിക്കും ആര് ജയിക്കൂല ഇത് ചിന്തിച്ചിട്ട് നമ്മളെന്തിന് തലമുണ്ടാക്കണം? ആരോ ജയിക്കട്ടെ. സമസ്തക്ക് ഇന്ന് കാണുന്ന ശക്തി മുഴുവനും പകർന്നു തന്നത് നമ്മുടെ പത്രമായ സുപ്രഭാതം പത്രമാണ്. ആ സുപ്രഭാതം പത്രത്തിൻ്റെ വലിയ പ്രവർത്തകന്മാരാകണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ. അതിൻ്റെ ക്യാമ്പയിന് വരാനെന്ന് സമയം കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളി. എന്തിനാ ക്യാമ്പയിന് വരാൻ കാത്തിരിക്കുന്നത്? ക്യാമ്പയിൻ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. നമ്മളത് ജനങ്ങളിലേക്ക് സുപ്രഭാതം മൊയ്തു എന്ന് പറയുന്ന ഉസ്താദ് പറഞ്ഞൊരു ഉസ്താദ് തന്നെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ അയാളുടെ പേരെന്നെ സുപ്രഭാതം എന്നായിപ്പോയി. പിന്നെ പ്രത്യേകിച്ച് അവിടെ 2-3 മൊയ്തു ഉള്ളത് കൊണ്ട് പിന്നെ പ്രത്യേക സുപ്രഭാതം എന്നായി. അപ്പൊ അത് സമസ്തയുടെ അത് ജിഹയാണ്. നമ്മൾ എല്ലാ നിലയിലും സുപ്രഭാതം പത്രം അതിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരേക്കും ബഹുമാനപ്പെട്ട മുൻഗാമികൾ കാണിച്ചു തന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എല്ലാം വരല്. പിന്നെ അതിൻ്റെ ഒരു വായനക്കാരും അതിനുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ ആ ലൈബ്രറിനെ ബസ്സിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പം ലൈബ്രറിക്ക് മിഹ്റാബ് കാണും. പുറത്തുനിന്ന് കാണില്ല മിഹ്റാബ്. ഇത് മിഹ്റാബുള്ള ലൈബ്രറി എന്തെന്നാ ഇത്? അതാ ഇപ്പൊ ലൈബ്രറി മാറിയിട്ട് ഇപ്പൊ അതിന്റെ അവിടെ തൗഹീദ് ജമാഅത്ത്
തൗഹീദ് ജുമാ മസ്ജിദ്. അപ്പൊ ഇത്രയും കാലം ഈ ലൈബ്രറി പേര് പറഞ്ഞാൽ എന്തിനാണ്? അത് കാള വിട്ടിട്ട് മീൻ പിടിക്കലല്ലേ, അതുപോലെ പിന്നെ ആളുകളെ സൂത്രത്തിൽ വലിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ അവിടെ അടുത്തുള്ള ഒരു സുഹൃത്തിനോട് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു അവിടെ മദ്രസയും തുടങ്ങിയിട്ടുണ്ട്, 42 കുട്ടികളുണ്ട്. അതിൻ്റെ അടുത്തുള്ള സുന്നി മദ്രസയിൽ അത്ര കുട്ടികളില്ല. ഇത് നിസ്സാരമായിട്ട് കാണുന്ന കാര്യം. മഹല്ല് പ്രദേശന്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ മഹല്ലുകളിൽ വന്ന് കൂടിയിട്ട് അവിടെ ലൈബ്രറി എന്ന പേരിൽ മറ്റ് പേരുകളിലുമൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പള്ളിയും മദ്രസുമായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥ. എത്ര പള്ളികൾ ഇന്ന് വഹാബികൾ ഉണ്ടാക്കി? ആരാണ് ഈ വഹാബികൾ? വഹാബികളെ പറ്റിയിട്ട് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണത്. ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടില് വഹാബികൾ മുസ്ലിമീങ്ങളെ സുന്നികളെ കൊന്നൊടുക്കിയതുപോലെ ഇന്നും ഫലസ്തീനിൽ കൊന്നൊടുക്കിയിട്ടായില്ല, ആ എണ്ണായില്ല. കാരണം അത് ലക്ഷ്യത്തിന്റെ മേലെ മുസ്ലിമീങ്ങൾ. എത്ര ആലിമീങ്ങളാണ് ഓടിപ്പോയത്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി. ആദ്യത്തെ സ്റ്റെപ്പ് അൽ ഇൻസാഫ്. ഇൻസാഫാണ്. ഇൻസാഫിന് അച്ചടക്കം മാത്രമല്ല, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സുമ്മൽ ഇസ്തിമാ, രണ്ടാമത്തത് ഇസ്തിമാ. സുമ്മൽ ഹിഫ്ളു, പിന്നെ ഹിഫ്ളാക്കലാണ്. സുമ്മൽ അമലു, പിന്നെ ഒരു അമല് ചെയ്യലാണ്. സുമ്മൽ നസ്റു, പിന്നെ അതിനെ പ്രചരിപ്പിക്കലുമാണ്. ഇങ്ങനെ 5 എണ്ണം മാറി പുതിയ വർക്ക് ബുക്കൊക്കെ എല്ലാവർക്കും ഈ വർഷം വന്നിട്ടുണ്ട്. ആ വർക്ക് ബുക്ക് പൂർണ്ണമായി ഉപയോഗിച്ച് അതിന്റെ അവസാനത്തിൽ മുദരിബിന്റെയും മുഫദ്ദിസിന്റെയും ഒക്കെ ഒപ്പ് വാങ്ങിക്കൊണ്ട് എന്റെ ഭാഗം, എന്റെ ദൗത്യം അങ്ങനെ വിശകലനം ചെയ്യപ്പെടുമ്പോ കുട്ടിയുടെ മനസ്സിൽ കൃത്യമായ സ്ഥാനം രൂപപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങോട്ടാണ്. ഒന്നാം ക്ലാസ്സിലെത്തുന്ന ഏത് വിദ്യാർത്ഥിയാണെങ്കിലും അവന് ഇന്നലെ വരെ ഉപ്പയും മാത്രം പരിചയമുള്ള വിദ്യാർത്ഥി ഇന്ന് അത് പരിശുദ്ധമായ ദീന് പകർന്നു കൊടുക്കുന്ന വ്യക്തിത്വമാണ്. തീർന്നിട്ടില്ല. എന്റെ ജീവിതമാർഗം കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു മാതൃക ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجهه متيم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم ممهل يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عادى محايد صلوا عليه من شعب صامد يا رب صل عليه وآله صل على محمد يا رب صل عليه وآله أثر ملا مالر نبي نبي حبيبي يا حسنة النسل نبي نبي حبيبي يا أثر ملا مالر نبي نبي حبيبي يا حسنة النسل نبي نبي حبيبي يا അസ്വദ് മഹിൽ ലബിയൽ മദമ ഉദിച്ചുള്ള മധുരമിത
അഷ്ഹദു പൊലിമാനമൃത കലിമ ഇതച്ചുള്ള മഹിമൈദ അസർമുള്ള മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയ ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി മികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയാ മികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ അസ്വദ് മഹിമ ഉദിച്ചുള്ള മധുരമിതാ അഷ്ഹദു പൊലിമാനമൃത കലിമ ഇതച്ചുള്ള അസർമുള്ള മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. City Gold, Gold and Diamonds, Kerala and Karnataka.
കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും